സംസ്ഥാനത്ത് ലഹരിമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കുറവില്ല. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തമായി നടക്കുമ്പോഴും കൌമാരക്കാർ ലഹരിക്കിടിയിൽ അകപ്പെടുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ സംസ്ഥാനത്ത് 1629 പേരെയാണ് മയക്കുമരുന്ന് കേസുകളിൽ എക്സൈസ് പിടികൂടിയത്. ഇവരിൽ 405 പേർക്ക് ശിക്ഷ ലഭിച്ചു. ഈ വർഷം ഒക്ടോബർ വരെ മാത്രം 312 പേരെ മയക്കുമരുന്ന് കേസിൽ പിടികൂടി. ഇതിൽ 49 പേർക്ക് ശിക്ഷ ലഭിച്ചു. പിടിയിലാകുന്നവരിൽ 18 വയസ്സിന് താഴെയുള്ളവരാണ് കൂടുതൽ. ഒരു ജില്ലയിൽ ഈ വർഷം 3 കേസുകൾ എക്സൈസ് ഈ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മദ്യവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. സമപ്രായക്കാരുടെ സ്വാധീനം, കൗതുകം, മറ്റുള്ളവർ എന്തു പറയും തുടങ്ങിയ കാരണങ്ങളാണ് 99% കുട്ടികളും ലഹരി ഉപയോഗിച്ചു തുടങ്ങാൻ കാരണമെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പകുതിയായപ്പോഴേക്കും ലഹരി കേസുകളുടെ എണ്ണത്തിലും പിടികൂടിയ മയക്കുമരുന്നിന്റെ അളവിലും വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് 320 കേസുകളാണെങ്കിൽ ഈ വർഷം രജിസ്റ്റർ ചെയ്തത് 535 കേസുകളാണ്. MDMA, മെത്താഫെറ്റമിൻ, LSD, കൊക്കെയിൻ തുടങ്ങിയ മാരക ലഹരി വസ്തുക്കളാണ് കൂടുതലും പിടികൂടുന്നത്. ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങളും വർദ്ധിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.